നെഞ്ചു തകർന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ അതുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ അനുശോചന യോഗം വെച്ചിരിക്കുന്നത്. ഈ അനുശോചന യോഗത്തിൽ ആദ്യമായി സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി അംഗവും ഹെഡ്ലോഡിന്റെ ജില്ലാ പ്രസിഡന്റുമായ PK ബാലചന്ദ്രൻ ടൗണിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ അനുശോചന യോഗത്തിന്റെ തത്സമയത്തിലേക്ക് പ്രിയപ്പെട്ട സാക്ഷിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ പ്രിയപ്പെട്ട ഇവിടെ സന്തോഷം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ 22-ാം തീയതി രാത്രിയിലാണ് ഒരു യാദൃച്ഛികമായ സംഭവത്തെ തുടർന്ന് സതീഷ് കൊല ചെയ്യപ്പെടുന്നു. നമ്മുടെ ജംഗ്ഷന് സമീപത്തുള്ള ബാറിൻ്റെ മുറ്റത്ത് വെച്ചാണ് സംഭവം നടന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും അവിടെ നടന്നിട്ടുള്ള സംഘർഷവുമൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ ദൃശ്യമാധ്യമത്തിലൂടെയും നവമാധ്യമത്തിലൂടെയൊക്കെ ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെ കടക്കേണ്ടതായിട്ടില്ല. CPIM-ന്റെ കലയത്തെ പാർട്ടി അംഗവും ഈ ടൗണിലെ ചുമട്ടുതൊഴിലാളിയുമായിട്ടുള്ള ആളായിരുന്നു സഖാവ് സുധീഷ്. CPIM-ന്റെയും സമ്മതിക്കില്ല. CPIM-ന്റെ കലയം പാർട്ടി അംഗവും ചടയമംഗലം ടൗണിലെ ചുമട്ടുതൊഴിലാളിയുമായിരുന്ന സഖാവ് സുധീഷ് പാർട്ടിയുടെയും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ്റെയും എല്ലാവിധ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി ഇടപെട്ട് നിന്നിരുന്ന ആളാണ്. അദ്ദേഹം ഇത്തരം ഒരു സംഭവത്തിലൂടെ കൊല ചെയ്യപ്പെടേണ്ടതായ ഒരു സാഹചര്യവും കാണുന്നില്ല. എന്നാൽ അവിടെ ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യത്തിലെ ഒരു വാക്കുതർക്കം, വാഹനം മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാക്കുതർക്കത്തെ തുടർന്നാണ് ഇത്തരമൊരു ദാരുണ സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടത്. ആ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ തട്ടിയെടുത്ത് കൊണ്ടുവന്ന് സഖാവ് സുധീഷിനെ കുത്തുകയാണ്. ഒരു കുത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേറ്റ ആ മാരകമായ പരുക്കാണ് സുധീഷിൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ളത്. വേറെ ആക്രമണങ്ങളൊന്നുമില്ല. ഒരു ഒറ്റ കുത്ത് നെഞ്ചിന് തന്നെ ആ കുത്ത് ഏൽക്കുന്നു. അതിനെ തുടർന്ന് ഏതാണ്ട് തൽക്ഷണം തന്നെ മരണപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ പ്രവർത്തകരും അറിഞ്ഞ് എത്തിയ ചിരാക്കളുമൊക്കെ സന്തോഷിൻ്റെ എല്ലാം നേതൃത്വത്തിൽ കടക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും മരണം അവിടെ ചെല്ലുമ്പോഴേക്ക് ഉറപ്പാവുകയും ചെയ്തു. അതിനെ തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഇവിടെ മെനഞ്ഞാന്ന്
അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുകയാണ് ചെയ്തത്. ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചോളാണ്. സാമാന്യം ഡിഗ്രി വിദ്യാഭ്യാസമെല്ലാം നേടി ഇവിടെ ഒരു ചൂട്ടത്തൊഴിലാളിയായി ഒരു ജീവിത വരുമാനം കണ്ടെത്തുന്നതിനും CITU തന്നെ അതിന് ചടയമംഗലത്ത് അവസരം ഒരുക്കുകയും നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ വളരെ മാന്യമായി മര്യാദയായി അച്ചടക്കത്തോടു കൂടി ഈ പ്രദേശത്ത് ചുമട്ടുതൊഴിൽ ജോലി ചെയ്ത് ഒരു ജീവിതമാർഗം കണ്ടെത്തുകയാണ് സഖാവ് സുധീഷ് ചെയ്ത് പോന്നിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അല്പസ്വല്പം മദ്യപിക്കുന്ന ശീലമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചറിയാവുന്നവർക്കറിയാം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രകോപനമോ സുധീഷ് അവിടെ ഏതെങ്കിലും ജീവനക്കാരെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആക്രമിക്കപ്പെടുന്നതായ ഒരു സംഭവമോ സഖാവ് സുധീഷിനെ ഇത്തരത്തിൽ മാരകമായി ആക്രമിച്ച് കൊലപ്പെടുത്തേണ്ടുന്നതായ എന്തെങ്കിലും ഒരു പ്രതികരണം, ഒരു ഇടപെടൽ സുധീഷിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടേ ഇല്ല എന്ന് ആ ദൃശ്യങ്ങളെല്ലാം കാണുന്ന ഏതൊരാൾക്കും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ ഉണ്ടായ സംഘർഷം തന്നെ ഒഴിവാക്കപ്പെടുന്നതിനുള്ള ശ്രമങ്ങളിലാണ് സഖാവ് സുധീഷ് ഏർപ്പെട്ടിരിക്കുന്നത്. അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ സംഘർഷം തന്നെ ഒഴിവാക്കുക, ആ നിലയിലാണ് സുധീഷ് ഏർപ്പെടുന്നതായിട്ടാണ് ആ ദൃശ്യങ്ങളിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ കുത്തേറ്റത് ആദ്യം സുധീഷിനാണ്. ആ കുത്തോടു കൂടി സഖാവ് സുധീഷ് മരണപ്പെടുകയാണ്. ആ സഖാവിൻ്റെ കൊലപാതകത്തിന് ഇടയായ സംഭവത്തിൽ പ്രതിയായിട്ടുള്ള ആളിനെ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചു. വളരെ കൃത്യമായും ഫലപ്രദമായും നമ്മുടെ പോലീസ് സംവിധാനം ആ കുറ്റകൃത്യം ചെയ്തവരെ അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടിക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. സഖാവ് സുധീഷ് ചൂട്ടത്തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗം എന്ന നിലയിൽ ആ ക്ഷേമ പദ്ധതിയുമായി ബന്ധപ്പെട്ട സഹായങ്ങളും ആനുകൂല്യങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ലഭ്യമാക്കുന്നതിനുള്ള നടപടികളിലേക്ക് CITU തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. വളരെ പ്രതികൂലമായ കാലാവസ്ഥയുമാണ്. സഖാവ് സുധീഷിൻ്റെ ഈ കൊലപാതകത്തിലുള്ള പ്രതിഷേധവും അതോടൊപ്പം സഖാവിൻ്റെ വേർപാടിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന അമ്മ, അതുപോലെ തന്നെ സഹോദരി, മറ്റ് ബന്ധുക്കൾ, അവരുടെ എല്ലാം ദുഃഖത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുകയും അതുപോലെ തന്നെ CITUവിൻ്റെയും CPIMനുമുള്ള സഖാവിൻ്റെ വേർപാടിലുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അനുശോചന പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. തുടർന്ന് അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി CPIയുടെ നേതാവ് വിമൽ സ്വാമി ക്ഷണിക്കുന്നു. നമ്മുടെ ചടയമംഗലത്തിൻ്റെ ചരിത്രത്തിൽ അത്യപൂർവമായ ഒരു ദാരുണ സംഭവമാണ് ഉണ്ടായത്. നല്ല വിദ്യാസമ്പന്നനും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളതുമായ പ്രിയങ്കരനായ സുധീഷ് അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ഒരു വലിയ കലാപമുണ്ടാകാതിരിക്കുവാൻ മധ്യസ്ഥനായതിൻ്റെ ഫലമായി ആദ്യമായി തന്നെ ക്രൂരമായ കുത്തേറ്റ് നമ്മളോടൊപ്പം ചിരിച്ചും കളിച്ചും കഴിഞ്ഞ കാലങ്ങളിൽ
ഈ ടൗണിൽ നിറഞ്ഞു നിന്നിരുന്ന ആ ചെറുപ്പക്കാരൻ നമ്മെ വേർപെട്ടു പോയിരിക്കുകയാണ്. ഒരു നല്ല കുടുംബം, നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൻ, സാധാരണഗതിയിൽ നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൻ വന്നെത്താത്ത ഒരു മേഖലയാണ് ഈ ചുമട്ടുതൊഴിലാളി മേഖല. എങ്കിൽ പോലും പ്രസ്ഥാനത്തിനോടുള്ള ആത്മാർത്ഥതയും ജീവിക്കുവാനുള്ള ത്വരയും ആ സഖാവിനെ ഈ രംഗത്തേക്ക് ഇറക്കുകയായിരുന്നു. അവിവാഹിതനാണ്. ജീവിതത്തിൽ ഇനി ഒരുപാട് യാത്രകൾ, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകേണ്ടവനാണ്. എങ്കിലും എപ്പോഴും ചിരിച്ച് നമ്മളോടൊപ്പം നിന്നിരുന്ന ആ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. പ്രിയങ്കരനായ ആ സഖാവ് ഈ നാട്ടിൽ നിന്നും, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നും അപ്രതീക്ഷിതമായ ഒരു സംഭവത്തിനിരയായി വേർപെട്ടു പോയതിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനമായ AITUC-യുടെ എളിയ പ്രവർത്തകനെന്ന നിലയിൽ എൻ്റെ ദുഃഖം ആ സുധീഷിൻ്റെ പ്രസ്ഥാനത്തോടും കുടുംബത്തോടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. നമസ്കാരം. തുടർന്ന് അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് രാധാകൃഷ്ണപിള്ള അവരെ ക്ഷണിച്ചു. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ശ്രീ P.K. ബാലചന്ദ്രൻ അവർ, നമ്മുടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെ, സജീവ പ്രവർത്തകർ, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആദ്യമായിട്ടാണ്. കടകളിൽ പ്രവർത്തിക്കുന്ന ഒരു ബാർ ഹോട്ടലിൽ വെച്ചുണ്ടായ ആകസ്മികമായുണ്ടായ അനിഷ്ട സംഭവത്തിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട CITU തൊഴിലാളിയായ ഈ സുധീഷിന് അത്ര കണ്ട് സാമ്പത്തിക ശേഷിയൊന്നുമുള്ള കുടുംബത്തിൽ ജനിച്ച ഒരാളല്ല. സുധീഷിൻ്റെ വിദ്യാഭ്യാസത്തിന് തക്കവണ്ണം ഉള്ള ഒരു ജോലി സുധീഷിന് ലഭ്യമുണ്ടായില്ല. ആ സാഹചര്യത്തിലാണ് ഒരു CITU തൊഴിലാളിയായി വളരെ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നതിന് വേണ്ടി ശ്രദ്ധിച്ചത്. ഈ സുധീഷിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അമ്മയ്ക്കുമൊക്കെ സഹിക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ വ്യക്തിപരമായ പേരിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പേരിലും അഗാധമായ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സുധീഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തുടർന്ന് അനുശോചനം രേഖപ്പെടുത്തുന്നതിന് കടയമല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മിനി സുനിലിനെ ക്ഷണിച്ചോളൂ. ബഹുമാന്യനായിട്ടുള്ള ബാലേന്ദ്ര സഖാവ്, ഏറെ പ്രിയപ്പെട്ട LDP-യുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവർ, എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചടയമംഗലത്തെ നടക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ കാലത്ത് നമുക്കിവിടെ സംഭവിച്ചത്. ഒരു രാത്രിയുടെ മറവിൽ ഒരു ചെറുപ്പക്കാരൻ കുത്തേറ്റ് മരണപ്പെട്ടു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നല്ല ചെറുപ്പക്കാരനാണ്. നമ്മുടെ ചടയമംഗലത്തെ സംബന്ധിച്ച് CITU-വിൻ്റെ ഒരു പ്രവർത്തകനും തൊഴിലാളിയുമാണ്. എപ്പോഴും ചടയമംഗലം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആളാണ്. നമ്മളെല്ലാം കാണുമ്പോൾ ഒരു ചിരിയോടുകൂടി സമീപിക്കുകയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായിട്ടുള്ള സുധീഷ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രതിദാനം ചെയ്ത കലയം വാർഡിലെ എൻ്റെ ഒരു വോട്ടർ കൂടിയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി മാറേണ്ടിയിരുന്ന അദ്ദേഹത്തെയാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രകോപനവും ഇല്ലാതെ കത്തിക്കിരയാക്കിയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും ഉണ്ടായിട്ടുള്ള ഈ ദുഃഖത്തിൽ
ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുമുള്ള എല്ലാവിധ അനുശോചനങ്ങളും രേഖപ്പെടുത്തുന്നു. തുടർന്ന് അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി CPIM-ന്റെ ചടയമംഗലം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി TS പത്മകുമാർ അവர்கள் സംസാരിക്കുന്നു. ബഹുമാനികൾ, കഴിഞ്ഞ ദിവസം ചടയമംഗലത്തുണ്ടായ സംഭവം 35 വയസ്സ് മാത്രം പ്രായമുള്ള ഈ സമൂഹത്തിലെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്ന പിതാവ് സുധീഷാണ് കൊല്ലപ്പെട്ടത്. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം. അവിടെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് അറിയാവുന്ന മുഴുവൻ ആളുകളും പറയുന്നു. എന്ന് മാത്രമല്ല, സുധീഷിനെ സംബന്ധിച്ച് എല്ലാവരെയും സഹായിക്കുന്ന ആ പ്രദേശത്തുള്ള കലയത്തുള്ള ആളുകൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട മാനസികമായ അടുപ്പമുള്ള ഒരു വ്യക്തിത്വമാണ്. CPM-ന്റെ കലയം ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയാണ്. പാർട്ടിയെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എല്ലാ ആത്മാർത്ഥതയോടും കൂടി തന്നെ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ഒരു രീതി തന്നെയായിരുന്നു സുധീഷ് സ്വീകരിച്ചത്. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ കുടുംബം തന്നെ സുധീഷിനെ ആശ്രയിച്ചാണ് ശരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ശരിക്കു പറഞ്ഞാൽ ഇതോടെ അനാഥത്വത്തിലേക്ക് നീങ്ങുകയാണ്. യൂണിയൻ എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ക്ഷേമനിധിയുമായിട്ടെല്ലാം ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരാൾക്ക് പകരമാകില്ല മറ്റൊന്നും. പ്രത്യേകിച്ച് വളരെ ചെറുപ്രായത്തിലുള്ള 35 വയസ്സെന്ന് പറയുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ഒരു കരുത്ത് നമ്മൾ കണക്ക് കൂട്ടിയാണ്. ഇനി ഇതിലേക്കൂടെ പോയാലും ഒരു 10-40 വർഷം ജീവിക്കാൻ ഈ ഭൂമിയിൽ കഴിയുമായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ട് പോവുകയാണ്. ഇതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഈ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം നമുക്കെല്ലാം ഇപ്പോൾ നന്നായിട്ട് കാര്യങ്ങളെല്ലാം അറിയാം. പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ ഇടപെടലാണ് ഇക്കാര്യത്തിലുണ്ടായത്. ഉടൻ തന്നെ പ്രതിയെല്ലാം അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ബാക്കി നിയമപരമായ നടപടിക്രമങ്ങളെല്ലാം ഒരു വീഴ്ചയും കൂടാതെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നഷ്ടം ഈ സമൂഹത്തിനാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്കാണ്, CITU പ്രസ്ഥാനത്തിനാണ്, CPM-നാണ്. പൊതുസമൂഹത്തിൻ്റെ നഷ്ടമായി തന്നെ നമ്മൾ കാണുകയും വേണം. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. തീർച്ചയായും CPM-നെ സംബന്ധിച്ച്, CITU-നെ സംബന്ധിച്ച് ചടയമംഗലത്ത് സുധീഷിനെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യരെ സംബന്ധിച്ചും ഇതൊരു നഷ്ടം തന്നെ. ആ കുടുംബത്തിൻ്റെ ദുഃഖം അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സഖാവ് സുധീഷിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ 1000 രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. പാർട്ടിയുടെ ചടയമംഗലം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. തുടർന്ന് അനുശോചനം രേഖപ്പെടുത്താൻ നിരവധി നേതാക്കന്മാരുണ്ട്. അവരാരും ഈ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അനുശോചനം രേഖപ്പെടുത്തുന്നില്ല.
അവരെല്ലാം കഴിഞ്ഞ 4 ദിവസം കൊണ്ട് എല്ലാ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവരാരും അനുശോചനം രേഖപ്പെടുത്തുന്നില്ല. ഈ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഈ അനുശോചന യോഗം അവസാനിച്ചതായിരിക്കും. പ്രിയപ്പെട്ട കർഷകരെ, സഖാവ് സുധീഷിൻ്റെ കൊലപാതകത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനൊപ്പം അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിലുള്ള അനുശോചനവും രേഖപ്പെടുത്തിയ ഈ തത്സമയ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വളരെ പ്രതികൂലമായ സാഹചര്യമായതുകൊണ്ട് തത്സമയ സംരക്ഷണ പ്രശ്നമാക്കുകയാണ്. നന്ദി, നമസ്കാരം. പൈസ അയച്ചിട്ടുണ്ടോ? മൂവായിരത്തി വെച്ചിട്ട് വേറെ എന്തെങ്കിലും പറയാൻ പറ കേട്ടോ.